ഏടാ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്റെ അനീനെയും നമ്മുടെ ലോഡും പിടിച്ചെടുത്ത ആ പോലീസുകാരൻ ഇപ്പോ ഈ വഴി വരും. ഞാൻ അവനോട് ഒരുപാട് തവണ പറഞ്ഞതാ, ക്യാഷ് തരാം, അനിയനെയും ലോഡും വെറുതെ വിടാൻ. പക്ഷെ അവൻ കേട്ടില്ല. അതിനുള്ള പണി അവന് ഇന്ന് കൊടുക്കണം. അവനെ അങ്ങ് തട്ടിക്കളയാൻ ബോസേ. വേറെ ഒരു പോലീസുകാരനും ഇനി നമ്മുടെ ലോഡോ നമ്മളെ പിടിക്കാൻ പാടില്ല. അവനെ അങ്ങ് കൊന്ന് കത്തിച്ചേക്കാം. അവൻ വരട്ടെ, അവനെ തീർക്കാൻ ഞാൻ തന്നെ ധാരാളം. ഇനി ഒരു പോലീസുകാരനും നമ്മുടെ പിറകെ വരാൻ പാടില്ല. A few moments later. ഹൂ, ഇന്നൊരു വല്ലാത്ത ദിവസം തന്നെ. ഏതായാലും ഇന്ന് ഞാൻ ആ സ്പിരിറ്റ് ലോറി പിടിച്ചെടുത്തതുകൊണ്ട് പോലീസുകാരുടെ ഇടയിലൊക്കെ നല്ലൊരു മാസാകാൻ പറ്റി. ഏകദേശം 5 കോടിയുടെ സ്പിരിറ്റാണ് ഞാൻ പിടിച്ചെടുത്തത്. ചിലപ്പോൾ ഇതിന്റെ പേരിൽ എനിക്കൊരു പ്രമോഷൻ കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. ഏതായാലും നല്ല ഭാഗ്യത്തിനാണ് എനിക്കിന്ന് ആ സ്പിരിറ്റ് ലോറി പിടിക്കാൻ തോന്നിയത്. ഇതിന്ന് ഞാൻ പിടിച്ച സ്പിരിറ്റ് ലോറിയുടെ മുതലാളിയാണല്ലോ. ഇയാളെന്താ ഇവിടെ റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയാണല്ലോ? ഇനി വല്ല പ്രശ്നം ഉണ്ടാവാനാണോ? നമസ്കാരം പോലീസ് ഓഫീസർ. ഞാനും എൻ്റെ പിള്ളേരും സാറിനെ നോക്കി നിൽക്കുകയായിരുന്നു. എൻ്റെ ലോഡും അനിനെയും പിടിച്ച് അകത്തിട്ടാൽ ഞങ്ങൾ നോക്കി നിൽക്കുമെന്ന് കരുതിയോ? ഞാൻ നിന്നോട് മര്യാദയ്ക്ക് പറഞ്ഞതാ, നിനക്ക് ക്യാഷ് തരാം, കേസ് ഒഴിവാക്കാൻ. പക്ഷെ നീ കേട്ടില്ല. നീ ഇങ്ങനെ രാത്രി വന്ന് എന്നെ വിരട്ടിയാൽ നിന്റെ അനിയനെയും ലോഡും ഞാൻ വെറുതെ വിടുമെന്ന് കരുതിയോ? നീ ഇനി എനിക്ക് എത്ര കോടി തരാമെന്ന് പറഞ്ഞാലും നിന്റെ അനിയനെയും ലോഡും ഞാൻ വിടാൻ പോകുന്നില്ല. എനിക്കറിയാം ഓഫീസർ, നീ ഒരു പേടിയുമില്ലാത്ത ഒരുത്തനാണ് എന്ന്. നിനക്ക് പണം തന്നാൽ നീ അനുസരിക്കില്ലെന്നും എനിക്കറിയാം. പക്ഷേ അങ്ങനെയുള്ളവർക്കെല്ലാം എന്റെ കോടതിയിൽ ഒരൊറ്റ വിധി മാത്രമുള്ളൂ: മരണം. എന്നോടവൻ്റെ കളി, ഇവൻ്റെ മരണം ഇനി എൻ്റെ ലോഡ് പൊക്കാൻ വരുന്ന എല്ലാ പോലീസുകാർക്കും ഒരു പാഠമാണ്. ഒരുത്തനും ഇനി എൻ്റെ വഴിക്ക് കുറുകെ വരാൻ നിൽക്കരുത്. എടാ, അവനെ അവൻ്റെ വണ്ടി അങ്ങ് കത്തിച്ചു കളഞ്ഞേക്ക്. അവൻ കത്തി അമരുന്നത് എനിക്ക് കാണണം. ബോസ് പറഞ്ഞ പോലെ അവനെയും അവന്റെ വണ്ടിയും കത്തിച്ചാമ്പലാക്കിയിട്ടുണ്ട്. ഇത് കണ്ടാൽ ഇനി ഒരുത്തനും നമ്മുടെ എതിരെ നിൽക്കില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും നമ്മുടെ എതിരെ നിന്നാലും അവൻ്റെ അവസ്ഥ ഇതുതന്നെ ആയിരിക്കും. നീ വണ്ടി കയറ്. എടാ, നീ ഒരു കാര്യം ചെയ്യ്. അവൻ്റെ ആ കത്തിക്കരിഞ്ഞ ബോഡി എടുത്ത് ഏതെങ്കിലും പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ കൊണ്ടിട്ടേക്ക്. അവൻ്റെ ആ കത്തിയ വണ്ടി താഴെ ആ കൊക്കയിലേക്ക് തള്ളിയിടുകയും ചെയ്തേക്ക്. One eternity later. ഷിൻചാനെ, ഇതിപ്പോൾ നമ്മൾ വിചാരിച്ചതിലും വൈകിയല്ലോ. എല്ലാത്തിനും കാരണം നീയാ. നമുക്ക് കുറച്ച് നേരത്തെ തന്നെ പോന്നാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ വീട്ടിലെത്തുമ്പോഴത്തേനൊരു നേരം. നാളെ മിക്കവാറും ജോലി ലീവാക്കേണ്ടി വരും. ഒരു ദിവസം ലീവ് എടുക്കാം. എടാ ഷിൻചാനെ, ഒരു മിനിറ്റ്. എനിക്ക് മുള്ളാമുട്ടിച്ച് വെച്ച കുറേ നേരമായി പിടിച്ച് വെച്ചിങ്ങനെ. ഇവിടെ നിർത്തിയിട്ട് ഞാനൊന്ന് മുള്ളിയേച്ചും വരാം. നീ ഇവിടെ നിന്നാൽ മതി. ഫ്രാങ്കിളണ്ണ, സൂക്ഷിച്ചൊക്കെ പോണേ. പുലി വരുന്ന സ്ഥലമാണ്. വല്ല പുലിയും പിടിച്ചോണ്ട് പോയാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓടാ ഷിൻചാനെ, പുലി നമുക്കതിന് പുലിയെ പേടിയുണ്ടെങ്കിലല്ലേ. ഇവിടെ നിന്ന് മുള്ളാം. അല്ലെങ്കിൽ വേണ്ട, ഷിൻചാൻ കാണും. താഴേക്ക് എവിടെയെങ്കിലും പോവാം. താഴെ നല്ല ഏരിയ ഉണ്ടല്ലോ. താഴെ എന്തോ ഒരു വണ്ടി കത്തിക്കരിഞ്ഞ് കിടക്കുന്നത്. അതെന്താ സംഭവം? കണ്ടിട്ട് ഏതോ വില കൂടിയ വണ്ടിയാന്ന് തോന്നുന്നുണ്ടല്ലോ. എന്നാലും ഇതെങ്ങനെ താഴെ എത്തി? ഇതാരാണാവോ കത്തിച്ചത്? താഴേക്ക് ഇറങ്ങാൻ വഴിയുണ്ടോ? ഇതുവഴി തൽക്കാലം ഷിൻചാനെ വിളിച്ചുകൊണ്ട് പോവാം. ഷിൻചാനോടും പറയാൻ കാര്യങ്ങൾ, അവനും കണ്ടോട്ടെ. എടാ ഷിൻചാൻ, നീ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നോ? എടാ ഷിൻചാനെ, താഴെ ഒരു വണ്ടി കത്തിക്കരിഞ്ഞ് കിടക്കുന്നു. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ? നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ? വാ, നമുക്കൊന്ന് പോയി നോക്കാം. അപ്പൊ അണ്ണനല്ലേ പറഞ്ഞ ഉറക്കം വരുന്നത്? നിന്നിപ്പോ ആ വണ്ടി നോക്കാൻ പോവാണോ? നീയൊത്ത് വാട ഷിൻചാനൊന്ന് പോയി നോക്കി എന്താ സംഭവം എന്നറിയാലോ.
എന്നാലും ആ വണ്ടി എങ്ങനെ അവിടെ എത്തിയെന്നൊക്കെ നമുക്ക് അറിയണ്ടേ? കണ്ടിട്ട് ഏതൊരു നല്ല വണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ. നീ ഒന്നിങ്ങോട്ട് വന്നേ, ഞാൻ നോക്കിക്കോളാം. ഇനിയിപ്പോൾ നിനക്ക് പേടിയാണെങ്കിൽ നീ അവിടെ തന്നെ നിന്നോ, ഞാൻ പോയി നോക്കി വെച്ചും വരാം. അല്ല പിന്നെ ഇത് കണ്ടിട്ടൊരു പോലീസ് വണ്ടിയാണല്ലോ. ഈ പോലീസ് വണ്ടി എങ്ങനെ ഇതിവിടെ വന്ന്? ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ചിലപ്പോൾ ഈ പോലീസുകാർ യൂസ് ചെയ്തിട്ട് കളഞ്ഞ വണ്ടിയായിരിക്കും, അതായിരിക്കും ഇവിടെ ഇട്ടത്. നമുക്കിത് ശരിയാക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഇത് അടിപൊളിയായിരിക്കും. ഷിൻജാൻ എത്തി എവിടെ? എടാ ഷിൻജാനെ, നീ ഇവിടെ എത്തിയോ? എടാ ഷിൻജാനെ, ഇത് ഏതൊരു പോലീസുകാരൻ്റെ വണ്ടിയാണ്. നമുക്ക് ഈ വണ്ടി അങ്ങോട്ട് എടുത്താലോ, വീട്ടിൽ കൊണ്ടുപോയാലോ, എന്നിട്ട് നമുക്ക് നന്നാക്കി യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഫ്രാങ്ക്ലിനെ നമുക്ക് കൊണ്ടുപോകാം. പക്ഷേ ഈ വണ്ടി എങ്ങനെ വീട്ടിലെത്തിക്കുക? ഇത് ഓട്ടാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ എങ്ങനെ നമ്മുടെ വീട്ടിലെത്തിക്കുക ഇത്? അതിനെന്തെങ്കിലും വഴിയുണ്ടോ? എടാ ഷിൻജാൻ, അതിനൊരു വഴിയുണ്ട്. നമ്മൾ ട്രവറിനെ വിളിച്ചാൽ പോരെ? അവൻ്റെ അടുത്ത് ഇങ്ങനത്തെ വണ്ടികളൊക്കെ പിക്ക് ചെയ്യുന്ന പിക്കപ്പ് ലോറിയില്ലേ, അവനോട് വിളിച്ചിട്ട് ഈ വണ്ടി നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കാൻ പറയാം. അതെങ്ങനെയുണ്ട്? ഞാൻ ട്രവറിനെ ഒന്ന് വിളിച്ച് നോക്കും, എന്നിട്ട് ട്രവറിനോട് കാര്യങ്ങൾ പറയാം. ട്രവറാകുമ്പോൾ സാധനം ഇവിടെ നിന്ന് പൊക്കി കറക്റ്റ് നമ്മുടെ വീട്ടിലെത്തിച്ചോളും, നമുക്കൊരു സീനും ഇല്ല. പിന്നെ നമുക്കിത് റെഡിയാക്കി എടുത്താൽ പോരെ? ഇത് കണ്ടിട്ട് കുറച്ച് പണിയുണ്ട്, പക്ഷേ സീനൊന്നുമില്ല. കുറച്ച് പൈസ മുടക്കി നല്ലൊരു പോലീസ് വണ്ടിയൊക്കെ ഇറക്കാം. പിന്നെ പോരാത്തിന് ഈ വണ്ടി നമുക്ക് തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പൈസയൊക്കെ തന്നാലോ? കാരണം നമ്മൾ നല്ല വണ്ടി ഏറ്റെടുത്തുകൊണ്ട് പിന്നെ നന്നാക്കിയതല്ലേ, അപ്പം നമുക്ക് എന്തെങ്കിലും റിവാർഡും കിട്ടാതിരിക്കില്ല. ഞാൻ ട്രവറിനെ ഒന്ന് വിളിക്കട്ടെ. ട്രവറിൻ്റെ നമ്പർ എൻ്റെ ഫോണിൽ ഉണ്ടായിരുന്നല്ലോ, കാണാല്ലേ? കിട്ടി. ഹലോ ഹലോ ട്രവറെ, ഞാൻ ഒരു ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. നീ എത്രയും പെട്ടെന്ന് അവിടെ എത്തിയിട്ട് ഇവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്. ആ വണ്ടി നീ പിക്ക് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലെത്തിക്കണം. ഓക്കെ അല്ലേ? നീ രാവിലെ പിക്ക് ചെയ്ത് ഇന്ന് രാത്രി പിക്ക് ചെയ്തിട്ട് രാവിലെ വീട്ടിലെത്തിച്ചാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ലൊക്കേഷൻ വിട്ടിട്ടുണ്ട്. ഞാനും ഷിൻജാനും ഇവിടുന്ന് പോവാണ്. നീ മറക്കരുത്, ഇപ്പം തന്നെ വന്നിട്ട് വണ്ടി എടുത്തിട്ട് വീട്ടിലെത്തിക്കണം, കേട്ടല്ലോ? ഫ്രാങ്ക്ലിനാ, എന്താ ട്രവർ അങ്കിൾ പറഞ്ഞത്? എല്ലാം ഓക്കെ ആണോ? എടാ ഷിൻജാന്, സംഭവമൊക്കെ ഓക്കെയാണ്. ഇനി ട്രവർ നോക്കിക്കോളൂ. നീ വാ, നമുക്ക് എത്ര ഇവിടുന്ന് വീട്ടിൽ പോകാം. സാധനം ട്രവർ ഏറ്റെടുത്തിട്ടുണ്ട്. അവൻ രാവിലെ തന്നെ നമ്മുടെ വീട്ടിലെത്തിച്ചോളും. അവൻ ഇപ്പം തന്നെ വന്നു. അവൻ്റെ അടുത്ത് ആ പിക്കപ്പ് വണ്ടി ഉള്ളത് എത്ര ഉപകാരമായി അല്ലടാ ഷിൻജാനെ? രാവിലെ ഫ്രാങ്ക്ലിനെ ഇന്ന് നേരത്തെ എന്നിട്ടോ റൂമിലൊന്നും കാണാനില്ലല്ലോ. ഈ അണ്ണനെവിടെ? എനിക്കാണെങ്കിൽ സ്കൂളിൽ പോകണം നേരായി. ഇനി ഹാളിലെങ്ങാനും ഉണ്ടോ? ഫ്രാങ്ക്ലിനെ എപ്പോഴാണ് എഴുന്നേറ്റതോ? സാധാരണ നേരത്തെ എഴുന്നേക്കാറില്ല. ഞാൻ എഴുന്നേറ്റിട്ടാണ് ഫ്രാങ്ക്ലിനെ വിളിക്കല്. ഇന്നാണെങ്കിൽ അണ്ണനെ കാണാനല്ലോ, ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. ഈ ഹാളിലും കിച്ചണിലും ഒന്നുമില്ലല്ലോ. എൻ്റെ പൂളിലേറ്റ് വിളിക്കുന്നുണ്ടോ? പൂളിലും ഇല്ലല്ലോ. എങ്കിൽ പിന്നെ പുറത്ത് ഗ്യാരേജിലുണ്ടോ എന്തെങ്കിലുമൊക്കെ പണിയായിട്ട്? പോയി നോക്കാം. എനിക്കാണെങ്കിൽ സ്കൂളിൽ പോകാൻ ലേറ്റായും ചെയ്തു. ഫ്രാങ്ക്ലിൻ അണ്ണ ഇവിടെ ഇവിടെ അണ്ണ ഇവിടെ ഉണ്ടല്ലോ. അണ്ണ രാവിലെ തന്നെ വണ്ടി പണി തുടങ്ങിയോ? ആടാ ഷിൻജാനെ, ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നമ്മൾ ട്രവറുണ്ട്, നമ്മൾ ഇന്നലെ പറഞ്ഞ വണ്ടി ഇവിടെ എത്തിച്ചിരിക്കണേ. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇപ്പം തന്നെ പണിയെടുത്ത് ഇന്ന് തന്നെ ഫുള്ള് പണി കഴിച്ച് വൈകുന്നേരം നമുക്ക് പോലീസ് വണ്ടിയൊക്കെ ഇറക്കാമെന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്ത്, രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഗ്യാരേജിൽ അങ്ങോട്ട് കയറി. അല്ലാടെ ഷിൻജാനെ, നിനക്കിന്ന് സ്കൂളില്ല? നിനക്ക് സ്കൂളിൽ പോകേണ്ട നേരം കഴിഞ്ഞല്ലോ. അയ്യോ, നേരെ ഞാൻ പോകണ അണ്ണ. എന്നെ ഏതായാലും റിച്ച് കിட்ட അവിടെ കാത്തിക്കുന്നുണ്ടാവും. ഏതായാലും ഞാൻ വരുമ്പോഴത്തേന് അണ്ണൻ വണ്ടിയൊക്കെ ഫുള്ള് സെറ്റാക്കി വെക്കും. നമുക്ക് വൈകുന്നേരം വന്നിട്ട് ട്രിപ്പ് അടിക്കാനുള്ളതാ. എൻ്റെ പൊന്നു, വണ്ടി സംഭവം ലുക്കായിട്ടോ. ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്രയൊക്കെ നേക്കാവുന്ന്. സംഭവം നമ്മൾ പണിഞ്ഞ് ഏതായാലും വണ്ടി ഫുള്ള് സെറ്റാക്കി. നമ്പർ പ്ലേറ്റ് വരെ നമ്മുടെ മലയാളിന്നാക്കിയിട്ടുണ്ട്. സംഭവം കൊള്ളാം കേട്ടോ. ഏതായാലും ഒരു റൗണ്ട് അടിച്ച് നോക്കാം, കാരണം എപ്പോഴും ഇങ്ങനെ അവസരം കിട്ടില്ലല്ലോ. ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെ തിരിച്ച് നമുക്ക് വണ്ടി കൊണ്ടേ കൊടുക്കാനുള്ളതാണ്. ഒന്ന് ഓടിച്ച് നോക്കാം. വെറുതെ അല്ല കേട്ടോ പോലീസുകാർക്ക് ഇത്ര പവർ. ഈ വണ്ടി കയറുമ്പോൾ തന്നെ എന്തോ ഒരു പവർ ഫീൽ ചെയ്യുന്നുണ്ട്. വണ്ടി സംഭവം കൊള്ളാം. അയ്യോ, വണ്ടി ഇടിച്ച്. എന്നാലും കുഴപ്പമൊന്നുമില്ല. സംഭവം നല്ല നാക്കിലാണ് നമ്മൾ പണിഞ്ഞിട്ടിരിക്കുന്നത്. ചെറിയ തട്ടിടുന്നൊരു സീനുമില്ല. വണ്ടിക്ക് പുള്ളിങ് കുറച്ച് കുറവുണ്ടോ? ഇല്ലല്ലേ, തോന്നിയതാ. സംഭവം നൈസായി. വണ്ടി കിടിലോസ്കി. ഏതായാലും മിനി മതി. വണ്ടി തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നേരം പോയി കിടക്കാം. ഏതായാലും വണ്ടി പൊളിച്ച്. ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ പോലീസുകാർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് ക്യാഷ് വാങ്ങണം. ഇങ്ങനെയൊക്കെ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മൾ കാര്യങ്ങൾ ഫുള്ള് ഡീറ്റെയിൽ ആയി പറഞ്ഞ് ക്യാഷ് നല്ലോണം വാങ്ങണം. നമ്പർ പ്ലേറ്റ് നമ്മളെ പേരാക്കിയപ്പോൾ എന്തോ പോലെ തിരിച്ചു കൊടുക്കാൻ തോന്നില്ല. ഇനി അല്ലെങ്കിൽ നമുക്ക് ഈ വണ്ടി കൊടുക്കണോ? നമുക്ക് ഈ വണ്ടി നമ്മളെ കയ്യിൽ തന്നെ വെച്ചാലോ? അതേതായാലും ഷിൻജാൻ വന്നിട്ട് ആലോചിക്കാം. ഇപ്പം ഏതായാലും വണ്ടി ഇവിടെ കിടക്കട്ടെ. നമുക്കൊന്ന് റൂമിൽ പോയി വിശ്രമിക്കാം. ഇന്നലെ രാത്രി തന്നെ ഉറക്കം റെഡി ആയിട്ടില്ല. ഇന്നെങ്കിലും കുറച്ച് നേരം ഉറങ്ങാം. ഏതായാലും ഷിൻജാൻ സ്കൂൾ വിട്ട് വരാൻ ഇനി ഒരു മണിക്കൂറും കൂടി ഉണ്ടല്ലോ. അതുവരെയെങ്കിലും കിടന്നുറങ്ങാം. കാരണം ഷിൻജാൻ വന്നാൽ പിന്നെ ഒരു തൊയ്രം തരൂല. അവനൊപ്പം നടക്കും. കുറച്ചു നേരം കിടക്കട്ടെ. A few moments later. അങ്ങനെ ഇന്നത്തെ സ്കൂള് കഴിഞ്ഞ്. വല്ലാത്തൊരു സ്കൂൾ. ഇനി സ്കൂൾ എങ്ങനെ കട്ടാക്കാൻ പറ്റുമോ നോക്കണം. ഈ പഠിപ്പൊക്കെ ആരാ കണ്ടുപിടിച്ചത്? ഫ്രാങ്ക്ലിൻ അണ്ണൻ പറഞ്ഞ പോലെ വണ്ടി പുതിയ ലുക്കാക്കിയാലോ. നമ്പർ പ്ലേറ്റ് വരെ മലയാളിന്നോ? സംഭവം കൊള്ളാട്ടോ. ഇത്രയൊക്കെ നല്ല രീതിയിൽ ഫ്രാങ്ക്ലിൻ അണ്ണൻ പണിയെടുക്കണം ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല.
ഇത് പൊളിച്ച് വണ്ടി കണ്ടിട്ട് തന്നെ അണ്ണ ഇപ്പോൾ ഓട്ടിച്ച് കൊണ്ട് നിന്നിട്ടാന്ന് തോന്നുന്നത്, കാരണം പുകയൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് അണ്ണനത് എവിടെ പോയി? അണ്ണനെ വിളിച്ചാണ്ട് നമുക്ക് ഇപ്പം തന്നെ ഒരു ട്രിപ്പ് അല്ല ഒരു ഡ്രൈവ് അടിക്കാം. അണ്ണത് എവിടെയാണാവോ? ഇവിടെ ലോക്കാക്കിയോ? അണ്ണ എങ്ങനെയാണെങ്കിൽ റൂമിൽ കിടന്നുറങ്ങായിരിക്കും. ഇവിടെ മുന്നിൽ പൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അണ്ണൻ താഴെ കിടന്നുറങ്ങണമെന്നാണ്. റൂമിൽ പോയി നോക്കാം. അണ്ണൻ എന്തായാലും ഇവിടെ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ല അണ്ണ ഇവിടെ കിടക്കുന്നുണ്ടെന്ന്. അണ്ണ ഇങ്ങനെ കിടന്നുറങ്ങല്ലേ, വാ നമുക്ക് നമ്മുടെ പോലീസ് വണ്ടിയിൽ ഒരു ട്രിപ്പ് അടിച്ചിട്ട് വരാം. ഏടാ ഷിൻജാനെ, നീ ഇത്ര പെട്ടെന്ന് സ്കൂളിട്ട് വന്നോ? നീ ഇപ്പം അങ്ങോട്ട് സ്കൂളിലേക്ക് പോയിട്ടല്ലോ, അപ്പോൾ തന്നെ നിന്റെ സ്കൂൾ കിട്ടോ? എടാ ഇപ്പോൾ വണ്ടിയിട്ടും പുറത്തേക്ക് ഇറങ്ങി വല്ല പോലീസുകാരും കണ്ട ആകെ സീനാവും. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ പോരെ. ഞാനാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങട്ടെ. നീ ഇത്ര പെട്ടെന്ന് സ്കൂളിൽ വിട്ട് വരുമെന്ന് ഞാൻ കരുതിയോ? അണ്ണ അങ്ങനെ പറയല്ലേ, എഴുന്നേക്കണ്ണ. ഇപ്പം തന്നെ പോയിന് കുറച്ച് അണ്ണ പറയും ഇരുട്ടായി ഇനി പോകാൻ പറ്റില്ലെന്ന് പറയും. ഒന്ന് എഴുന്നേക്കണം, നമുക്ക് ഇപ്പം തന്നെ പോകാം. അതല്ലേ നല്ലത്. എടാ ഷിൻജാനെ പോവാടാ, പക്ഷെ ഇപ്പോൾ പോയി എന്താണെന്നറിയോ, ഈ നേരത്ത് പോലീസുകാർ ചെക്കിങ്ങിന് ഇറങ്ങും. നമ്മളിപ്പോൾ അങ്ങോട്ട് പോയ പോലീസുകാർ കാണും, ആകെ സീനാവും. എന്തായാലും കുറച്ചൊന്ന് ഇരുട്ടി നമ്മൾ എന്തായാലും ആ ട്രിപ്പ് പോകും. ഓക്കെ അല്ലേ? അല്ല ട്രിപ്പല്ല, നമ്മൾ പോലീസ് വണ്ടി എടുത്തിട്ടൊന്ന് കറങ്ങാൻ പോകും. നീ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേ. A few moments later. എടാ ഷിൻജാൻ, അങ്ങനെ നിന്നോട് പറഞ്ഞ വാക്യം പാലിക്കാൻ പോവാണ്. നീ വാ, ഒന്ന് നമുക്ക് ആ പോലീസ് വണ്ടി ഒന്നൊന്ന് ഡ്രൈവ് അടിച്ചിട്ട് വരാം. പിന്നെ ഒരു കാര്യം, കുറേ ലോങ്ങിലേക്കൊന്നും പോകാൻ പറ്റില്ല, കാരണം അറിയാലോ പോലീസ് വണ്ടിയാണ്. അതിൽ നമ്മളാണ് നമ്പർ പ്ലേറ്റ് മാറ്റിയിട്ടുണ്ട്. നാളെ വൈകുന്നേരം വണ്ടി അല്ല നാളെ രാവിലെ വണ്ടി കൊണ്ടു കൊടുക്കുമ്പോൾ എന്തായാലും പ്ലേറ്റ് മാറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ ആകെ സീനാവും. തൽക്കാലം നീ വാ, ഇനിയൊന്ന് കയറി നമുക്കൊന്ന് പോയിട്ട് വരാം. അണ്ണ വണ്ടി എടുക്കുന്നതിന് ഞാൻ ആ ഡ്രൈവിംഗ് സീറ്റിലൊന്നും ഇരുന്നോട്ടെ. ആഗ്രഹം കൊണ്ടാണോ? പ്ലീസ് അണ്ണ, ഒരു 2 മിനിറ്റ്, അത് കഴിഞ്ഞിട്ട് അണ്ണ ഇറങ്ങി വണ്ടി എടുത്തോ. ഓ ഇവനെ കൊണ്ട് ശരി 2 മിനിറ്റ് നീ വേണമെങ്കിൽ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നോ. പിന്നെ ഒരു കാര്യം, ഒന്നിലും പിടിച്ച് നിൽക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്ത്, മനസ്സിലായല്ലോ? ഫ്രാങ്ക്ലണ്ണ ഇത് കൊള്ളാട്ടാ. ഇതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ എന്തോ ഒരു രസം. അണ്ണാ കുറേ സ്വിച്ചൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഏതിലൊക്കെ ഒന്ന് പിടിച്ച് നിൽക്കട്ടെ. ഇത് കൊള്ളാട്ടാ സംഭവം. എനിക്ക് പോലീസുകാരനാകും പൂതി വന്നാണ്. എടാ ഷിൻജാനെ, നീ എന്തിനാടാ വണ്ടി ഓണാക്കിയത്? നിന്നോട് ഞാൻ പറഞ്ഞല്ലോ വണ്ടി ഓണാക്കല്. എടാ ഷിൻജാനെ, നീ എന്തിനാ വണ്ടി സ്റ്റാർട്ടാക്കിയത്? വണ്ടി സ്റ്റാർട്ടാക്കല്ലടാ. ഫ്രാങ്ക്ലണ്ണ ഞാനല്ല, ഞാൻ ചാട്ടാക്കിടില്ല. എൻ്റെ കയ്യെ വീലിൽ തട്ടുന്നു കൂടിയില്ല. ഇത് കാർ ഒറ്റയ്ക്ക് പോകുന്നത്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എടാ ഷിൻജാനെ, എങ്ങനെയാടാ കാർ ഒറ്റക്ക് പോകുന്നത്? നീ ബ്രേക്ക് ചവിട്ടടാ, എങ്ങനെയും ഒന്ന് വണ്ടി നിർത്തടാ ഷിൻജാനെ. ഫ്രാങ്ക്ലണ്ണ ഞാൻ പറഞ്ഞില്ല, ഞാനൊന്നും ചെയ്യുന്നില്ല. വണ്ടി തനിയെ പോകുന്നതാണ്. ഞാൻ വെറുതെ ഇവിടെ നിന്നിട്ടുള്ളൂ. ഫ്രാങ്ക്ലണ്ണ എങ്ങനെയായിരുന്നു വണ്ടി നിർത്തണ്ട? എനിക്ക് പേടി വന്നാ. ഈ വണ്ടി നമ്മളെ കൊണ്ട് ഇത് എങ്ങോട്ടാ പോകുന്നത്? ഷിൻജാനെ, എനിക്കറിയില്ലടാ, ഈ വണ്ടി ഇതാ ഒറ്റക്ക് പോകുന്നു, ആകെ സീനാവും. ഇനിയിപ്പോൾ ആരെങ്കിലും തട്ടിയാൽ ഇതിലേറെ പൊല്ലാപ്പം. ഇതിപ്പോൾ എങ്ങോട്ടാ പോകുന്നതെന്നൊരു ഐഡിയ ഇല്ലല്ലോ. ഷിൻജാനെ, വണ്ടിയുടെ ഓട്ടം കണ്ടിട്ട് കറക്റ്റ് ഓടിക്കുന്നൊക്കെ ഉണ്ടല്ലോ. ഇതെങ്ങോട്ടാണാവോ ഈ വണ്ടി പോകുന്നത്? ഇനി വണ്ടിയുടെ മേത്ത് വല്ല പ്രേതവും കൂടിയോ? ഇന്നലെ നമുക്ക് ആ വണ്ടി എടുക്കേണ്ടില്ലായിരുന്നു. ഇപ്പോൾ അതാകെ സീനാവും ഷിൻജാനെ. ഈ വണ്ടി ഇതെങ്ങോട്ടാ പോകുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടാ ഷിൻജാനെ, ഇതിപ്പോൾ പോയി ഒരു കാട്ടിലെത്തിയല്ലോ. ഇതെന്താടാ സംഭവം? വണ്ടി ഇവിടെ നിന്നും ചെയ്ത്. എന്തിനാടാ ഷിൻജാനെ ഈ വണ്ടി വന്നാണ്ട് കാട്ടിൽ നിന്നത്? എനിക്ക് തോന്നുന്നത് എന്തോ പ്രശ്നമുണ്ട് എന്നാ. ബോസ്, നമ്മുടെ പിറകിൽ ഏതോ ഒരു വണ്ടി വന്ന് നിർത്തിയല്ലോ. കണ്ടിട്ടൊരു പോലീസ് വണ്ടിയാണ്. പക്ഷേ ഈ വണ്ടി ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. നല്ല പരിചയമുള്ള വണ്ടി. പോലീസ് വണ്ടിയോ? ഇന്നലെ പോലീസുകാരനെ കൊന്ന് കത്തിച്ചത് നമ്മളാണെന്നറിഞ്ഞ് വന്നതാണോ? പക്ഷേ നമ്മള് അവിടെ ഒരു തെളിവും വെച്ചിട്ടില്ലല്ലോ. ബോസ്, അങ്ങനെയാണെങ്കിൽ ഞാനിനി പറയാൻ പോകുന്ന കാര്യം കേട്ട് നിങ്ങൾ ഞെട്ടരുത്. നമ്മുടെ പിറകിൽ നിൽക്കുന്ന ആ വണ്ടി നമ്മൾ ഇന്നലെ കത്തിച്ച അതേ വണ്ടി തന്നെയാണ്. ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഫ്രാങ്ക്ലിൻ അണ്ണാ, ഇതെന്താ സംഭവം? എന്തിനാ ഈ വണ്ടി വന്ന് കാട്ടിൽ നിർത്തിയത്? എടാ ഷിൻജാനെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടാ ഷിൻജാനെ, എനിക്കിപ്പോഴാ കാര്യം മനസ്സിലായത്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പോലീസ് വണ്ടി ഒരു പാവപ്പെട്ട പോലീസുകാരൻ്റേതായിരുന്നു. ഇവിടെ നിൽക്കുന്ന ആ 3 പേർ ആ പോലീസുകാരെ കൊന്നുകാണ്ടാടാ ഈ വണ്ടി ആ കൊക്കയിലേക്ക് ഇട്ടത്. അവിടെ നിന്നാണ് നമ്മൾ ഈ വണ്ടി എടുത്തത്. നമ്മളിവിടെ എത്തിച്ചത് ഈ 3 പേരോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വണ്ടി ഇവിടെ എത്തിച്ചത്.
എടാ ഷിൻജാനെ, അപ്പം നമ്മൾ പറഞ്ഞ പോലെ നമ്മളങ്ങനെ പ്രതികാരം ചെയ്ത് ആ പോലീസുകാരെ കൊന്ന് ഇവരൊക്കെ നമ്മൾ കൊന്ന് കത്തിക്കാൻ പോവാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ വീഡിയോ കാണുന്നവർക്കൊക്കെ വീഡിയോ ഇഷ്ടമായ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഷിൻജാൻ എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.